الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ഏറെ ആദരണീയരായ ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അളവറ്റ ദയാപരനും കാരുണ്യവാനും ലോകത്തിൻ്റെ സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താഴ്മയുള്ള, വിനയമുള്ള, നന്ദിയുള്ള അടിമയായി ജീവിക്കുവാനും പരലോകത്തെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദുനിയാവിനെ ചിട്ടപ്പെടുത്തുന്ന, ക്രമീകരിക്കുന്നവരായി മാറുവാനും നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമുക്കെല്ലാം അവൻ്റെ എല്ലാവിധ റഹ്മത്തും ഫദ്ലും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ റമദാനിലെ അവസാനത്തെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. സദസ്സിൽ വന്നിരിക്കുന്ന, പള്ളിയിൽ വന്നിരിക്കുന്നവർ ഇനിയും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ പൂർത്തിയാക്കി മുകളിലേക്ക് പോകാൻ, സ്റ്റെപ്പ് കയറാൻ പ്രയാസമുള്ള ആളുകൾക്ക് ഇനിയും വരാൻ സാധ്യതകളുള്ളത് കൊണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന മുഴുവൻ ഭാഗവും എത്രയും പെട്ടെന്നൊന്ന് ചേർത്ത് വെച്ച് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൈകൾ ഇടതുഭാഗത്തേക്ക് കുത്തിവെച്ച് ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. ഉറങ്ങാനുള്ള സാധ്യതയുള്ള ഇരുത്തങ്ങളെല്ലാം ശ്രദ്ധിക്കുക. കഴിഞ്ഞ 1-2 ഖുത്ബകളിലൊക്കെ ഒരുപക്ഷെ നോമ്പിന്റെ ക്ഷീണം കൊണ്ടായിരിക്കാം, പക്ഷേ എന്തിനാണ് ജുമുഅ എന്ന ചോദ്യത്തിന് ജുമുഅ വരെ അധ്വാനിച്ച് ജുമുഅക്ക് വന്നിരുന്ന് ഉറങ്ങാനാകില്ലല്ലോ. ആഴ്ചയിൽ ഒരു ദിവസം മുസ്ലിമീങ്ങൾ സമ്മേളിക്കുന്നതിൻ്റെ ആവശ്യകത അറിയാം. ഇനിയും ഒഴിഞ്ഞു കിടക്കുന്ന വാതിലിൻ്റെ തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞ് ഇങ്ങോട്ട് മുന്നിലേക്ക് കയറിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒട്ടനേകം റമദാനുകൾ കൂടാനും ചേരാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള മഹാഭാഗ്യം നൽകി നമ്മെ ഇഷ്ടപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞ് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പലപ്പോഴായി പറയുന്നൊരു വാക്കാണ്, ഈ മാസത്തിലാണ് ലൈലത്തുൽ ഖദർ. ആർക്കെങ്കിലും ഫഖദ് ഹുരിമ മൻ ഹുരിമ ഖൈറഹ, ആർക്കെങ്കിലും അതിൻ്റെ നന്മകൾ തടയപ്പെട്ടാൽ, അതിനു വേണ്ടി ഒന്നും ചെയ്യാതെ അതിൻ്റെ നന്മകൾ തടയപ്പെട്ടാൽ ഫഖദ് ഹുരിമ, അവന് എല്ലാ നന്മയും തടയപ്പെട്ടു, മഹാനഷ്ടമാണ് അവർക്ക് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ ഈ മാസം നമുക്ക് തന്നത് എന്ന ശരിയായ ദിശാബോധം നമുക്ക് വേണം. നന്നാകാൻ വേണ്ടിയായിരുന്നു. ഞാനും നിങ്ങൾ ജീവിതത്തിന്റെ സമൂലമായ മാറ്റത്തിന് വേണ്ടിയായിരുന്നു റമദാൻ.
റമദാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ ഖുതുബയിലൂടെ ഞാൻ പറഞ്ഞു വന്നിരുന്നു, എന്തിനായിരുന്നു നമുക്ക് ഇത്തരം ഒരു അവസരം പടച്ച റബ്ബ് തരുന്നത്? നമ്മുടെ സ്വഭാവത്തെ, വ്യക്തിത്വത്തെ, സമ്പത്തിനെ പൂർണ്ണമായി ശുദ്ധീകരിക്കാനാണ്. അതിലേറ്റവും പ്രധാനമാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിക്കാനുള്ള ഏറ്റവും വിനയത്തിന്റെ മനസ്സിന്റെ ഉടമയാകാനാണ് ഈ റമദാൻ. ആ പശ്ചാത്താപത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടോ? ആത്മാർത്ഥമായി നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നിങ്ങൾ തൗബ ചെയ്യണേ. പാപങ്ങളെല്ലാം പുറത്തു കിട്ടണമെന്ന അങ്ങേയറ്റത്തെ താല്പര്യത്താൽ നിന്റെ ജീവിതത്തെ നീ ശുദ്ധമാക്കണേ. ഇല്ലെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മുകളിൽ കയറി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, വമൻ അദ്റക റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹുല്ലാഹ്. റമദാന് വന്നെത്തിയിട്ടും ഒരാൾ അല്ലാഹുവിന്റെ ആ ഒരു വിശിഷ്ടമായ സന്ദർഭം കിട്ടിയിട്ടും പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാതെ, പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോയവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഖുലൂ ആമീൻ, ആമീൻ പറയാൻ ആവശ്യപ്പെട്ടു. നബി തങ്ങൾ ആമീൻ പറഞ്ഞുവല്ലോ. നമ്മൾ ആ കൂട്ടത്തിലേക്ക് മാറുമോ എന്ന ഭയം വേണം. ഇനിയും തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ, നന്നാകാൻ ഇനിയും നമുക്ക് സാധിച്ചില്ലെങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമല്ലം യതുബ്, ആരെങ്കിലും തൗബ ചെയ്യുന്നില്ലെങ്കിൽ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമകാരികളാണ്. ഇത്രയും വമ്പിച്ച അവസരം കൊടുത്തിട്ട് 83 കൊല്ലത്തെ അധ്വാനത്തിന്റെ വില കൊടുക്കുന്ന ഒരു പകലും രാവും അടങ്ങുന്ന വിശിഷ്ടങ്ങളായ ദിവസങ്ങൾ കൊടുത്തിട്ട് ഒരു നിലക്കും അതിന് ശ്രമിക്കാത്തവൻ ളാലിമീങ്ങളാണ്. മഹാരഥന്മാരായ ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇമാം നാസിറുദ്ദീൻ സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫന്നാസു ഖിസ്മാനി, 2 തരത്തിലാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഉണ്ടാവുക. ളാലിമുൽ ലിനഫ്സിഹി ഗൈറ തായിബിൻ, അയാൾ സ്വന്തത്തിനോട് ഒരുപാട് പാപം ചെയ്യുന്നവനാണ്. അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, സ്വഭാവത്തിൽ ചില രഹസ്യമായ തിന്മകളുണ്ട്, സംസാരത്തിൽ ചില മോശം പരാമർശങ്ങളുണ്ട്, അയാളുടെ കുടുംബത്തിലുമായി അസ്വാരസ്യങ്ങളുണ്ട്, അയാൾ കൂട്ടുകാരുമായി മോശപ്പെട്ട ചിന്താഗതികളുമായി കൂട്ടുകൂടുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടും ഗൈറ തായിബിൻ, ഒരു തൗബയും ചെയ്യാതെ നടക്കുന്നവരുണ്ട്. രണ്ടാമത്തെ വിഭാഗം വതായിബുൻ മുഫ്ലിഹുൻ, ചെയ്യും എന്ന തെറ്റ് ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് മടക്കമുണ്ട്, പശ്ചാത്താപമുണ്ട്, ഖേദമുണ്ട്. അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു വിഭാഗവുമുണ്ട്. വലാ സുമ്മ ഖസമുൻ സാലിസുൻ ഗൈറഹുമാ, ഇതല്ലാത്ത മൂന്നാമത്തൊരു വിഭാഗം ഉണ്ടാകാൻ സാധ്യതയില്ല. സഹോദരങ്ങളെ, നമ്മുടെ സ്ഥാനം എവിടെയാണ്? നമ്മൾ തൗബത്തുൻ നസൂഹ്, ആത്മാർത്ഥമായ ഏറ്റവും നല്ല നിഷ്കളങ്കമായ പശ്ചാത്താപം നമുക്കുണ്ടായിട്ടുണ്ടോ? ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്, ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. ആരായിരുന്നു? ഇസ്ലാമിന്റെ ഖലീഫമാരുടെ കൂട്ടത്തിലെ നീതിമാനായ ഭരണാധികാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ എപ്പോഴും ഇടതുഭാഗത്തായി സീറ്റ് ഉറപ്പിക്കുന്ന നബിന്റെ അടുത്ത 2 സഹോദരന്മാരിൽ, സുഹൃത്തുക്കളിൽ ഒരാൾ ഉമർ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട്, അത്തൗബത്തുൻ നസൂഹ്, നിഷ്കളങ്കമായി തൗബ എന്ന് പറഞ്ഞാൽ അയ്യതൂബ മിനദ്ദംബി, അയാൾ പശ്ചാത്തപിച്ച് തെറ്റുന്നെല്ലാം മടങ്ങിപ്പോന്നു. തെറ്റിനുള്ള സാഹചര്യങ്ങൾ, അയാളുടെ പഴയ ചങ്ങാതിമാരായിട്ട് തന്നെയാണ് അയാൾ ഇപ്പോഴും കണക്ഷനെങ്കിൽ അയാൾക്ക് മടങ്ങാൻ കഴിയില്ല. അയാൾ പണ്ട് എന്ത് കാര്യം കൊണ്ടാണോ തെറ്റ് ചെയ്തത്, ആ തെറ്റിന്റെ അതേ സാഹചര്യം ഇപ്പോഴുണ്ടോ, അയാൾ മടങ്ങൂല. തെറ്റിന്റെ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മടങ്ങി പശ്ചാത്തപിച്ച് വരിക എന്നതാണ് തൗബ. പിന്നെ ഒരിക്കലും അതിലേക്ക് മടക്കമില്ലാതിരിക്കലാവണം. റമദാൻ അങ്ങോട്ട് കഴിയട്ടെ, ചങ്ങലങ്ങോട്ട് പൊട്ടിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് തൗബല്ല. 30 ദിവസം 29 ദിവസം കഠിനമായ വ്രതത്തിന്റെ എല്ലാ ത്യാഗങ്ങളും സഹിച്ച മനുഷ്യൻ ഒരൊറ്റ ടൂറ് കൊണ്ട്
കുടിക്കാനുള്ളതെല്ലാം കുടിച്ച് ആസ്വദിക്കാനുള്ളതെല്ലാം ആഘോഷിച്ച് നുരപൊങ്ങുന്ന ലഹരിയുടെ വിവിധങ്ങൾ സമീപിച്ച് വേശ്യാലയങ്ങളുടെ കേന്ദ്രങ്ങൾ തേടി സുഖത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞവൻ അവൻ ചെയ്ത മുഴുവൻ പാപങ്ങൾക്കപ്പുറത്ത് മറുപാപങ്ങൾ അവൻ സൃഷ്ടിക്കുകയാണ്. മടക്കമില്ല. മടങ്ങാത്തവന് തൗബയില്ല. എങ്ങനെ മടങ്ങണം? മൃഗങ്ങളുടെ അകിട്ടിൽ നിന്ന് പാല് കറന്നതിന് ശേഷം അതേ പാല് അതിന്റെ അകിട്ടിലേക്ക് കറന്ന് കയറ്റാൻ കഴിയാത്ത പോലെ നമ്മൾ ഇനി ഒരിക്കലും ഈ പാപങ്ങളിലേക്ക് മടങ്ങാതെ തൗബ ചെയ്യണം. ആ മാറ്റമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മഹാരഥന്മാരായ ഉലമാക്കന്മാരോട് ചോദിക്കുന്നുണ്ട്, മുമ്പ് കാലത്തുള്ള സലഫുകളോട്, സഹാബത്തിനോട്, താബീങ്ങളോട് ചോദിക്കുന്നുണ്ട്. ചില മനുഷ്യരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, അവര് റമദാൻ വന്നാൽ സജീവമാണ്. പള്ളിയിലുണ്ട്, ഇഫ്താറിനുണ്ട്, ഇത്തികാഫിനുണ്ട്, ഖിയാമുൽ ലൈലിനുണ്ട്, ഏതേത് പുണ്യങ്ങളിലും അവർ സജീവരാണ്. റമദാനിൽ അവരുണ്ട്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ അവർ എല്ലാം ഉപേക്ഷിച്ചു. പിന്നെ തറാവീഹില്ല, പക്ഷെ ഖിയാമുൽ ലൈൽ ഉണ്ടല്ലോ, അത് നിർത്തിവെച്ചു. ജമാഅത്ത് നമസ്കാരം പിന്നെയും ബാങ്ക് കൊടുക്കുന്നു, ജമാഅത്ത് ഉണ്ടല്ലോ, അതിനും വല്ലാതെ ശ്രദ്ധയുണ്ടാകില്ല. ഇനിയും ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ, പക്ഷെ ഇനി അവൻ അത് തൊട്ടു നോക്കില്ല. എത്രയോ ദീനിന്റെ മജ്ലിസുകൾ ഉണ്ടായി നന്നായി വന്ന ആളാണ്, ഇനി അതിൽ കാണൂല. എത്ര ആരൊക്കെ വന്ന് ചോദിച്ചാലും സ്വതക്ക ചെയ്തവനാണ്, പക്ഷെ റമദാൻ കഴിഞ്ഞാൽ ഇതൊന്നുമില്ലാതെ നിർത്തിവെക്കുന്ന ആളുകളുണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഫഖാല, നമ്മുടെ മുൻഗാമികളായ സലഫുകൾ പറയാണ്, ബിഅ്സൽ ഖൗം, ഇതെന്തൊരു മോശം ജനങ്ങളാണ്. ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമദാൻ, റമദാനിലല്ലാതെ അവർ അല്ലാഹനെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഇതേ അല്ലാഹ് റമദാൻ കഴിഞ്ഞുണ്ട്. ഇതേ പുണ്യങ്ങൾ നമുക്ക് പല വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പടച്ച റബ്ബിന്റെ മഹത്തരമായ ഫദ്ല് പിന്നെയുമുണ്ട്. അതെന്താ അംഗീകരിക്കാത്തവരാണോ ജനങ്ങൾ? അതുകൊണ്ട് ഈ വിശുദ്ധ നാളുകളെ ധന്യമാക്കിയതുപോലെ അടുത്ത 11 മാസം ഒരു നോമ്പുകാരനെ പോലെ നമ്മുടെ സംസാരത്തിലും സ്വഭാവത്തിലുമൊക്കെ ജീവിച്ചാൽ നാളെ പരലോകത്ത് എന്നും നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാം. അള്ളാഹുവിന്റെ ദുനിയാവിൽ അല്ല പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ ദുനിയാവിൽ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ നാളെ പരലോകത്ത് അല്ല നമ്മൾ പറയുന്ന സുഖങ്ങളെല്ലാം നമുക്ക് തരും. ലഹുമ്മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, അവർക്ക് അവൻ ഉദ്ദേശിച്ചതെല്ലാം കൊടുക്കും, അതിനപ്പുറവും നാം കൊടുക്കുന്ന ലോകം കാത്തിരിക്കുന്നുണ്ട്. ആകയാൽ ഈ വിശുദ്ധമായ റമദാനിന്റെ ദിനങ്ങൾ അവസാനിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പോലെ നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹൗരി ബഅദൽ ഖൗർ. അല്ലാഹുവേ, ഞാനിതാ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. എന്ത്? മിനൽ ഹൗരി ബഅദൽ ഖൗർ, ഹൗറിൽ നിന്ന് ബഅദൽ ഖൗർ, ഖൗറിൽ ശേഷം ഒരുപാട് നന്മകൾ ചെയ്തതിന് ശേഷം അതെല്ലാം നിർത്തി തിന്മയിലേക്ക് മടങ്ങുന്നതിൽ നിന്ന് ഞാനിതാ കാവല് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, സൂക്ഷിക്കേണ്ട വാക്കാണത്. എല്ലാ ഒട്ടനേകം നന്മകൾ അധികരിച്ചു കൊണ്ടുവന്ന് മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏറ്റവും താഴെ സ്റ്റെപ്പിലേക്ക് മാറിപ്പോകുന്നത് കാവല് ചോദിച്ച് സുരക്ഷ ഒരുക്കേണ്ട മേഖലയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരാധനകൾ, ഇബാദത്തുകൾ കേവലം ഈ ഒരു മാസത്തിന്റെ അവസാനം ഒരു പെരുന്നാളോടുകൂടെ സ്റ്റോപ്പാക്കി വെക്കില്ലെന്ന് മാത്രമല്ല, മുഅ്മിനാണെങ്കിൽ അവന്റെ മരണം വരെ ഈ നന്മകൾക്ക് ആയുസ്സുണ്ടാകണം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നീ നിന്റെ റബ്ബിനെ ആരാധിക്കണം. എത്ര വരെ? ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നത് വരെ, യഖീനായ ഉറപ്പുള്ള മരണം വരുന്നത് വരെ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത്, മരണമല്ലാതെ മുഅ്മിനിന് ആരാധനകൾ നിർത്തിവെക്കാൻ അവധി നിശ്ചയിച്ചിട്ടില്ല. മരിക്കുന്നവരെ അവന് ഇബാദത്ത് വേണം.
ബോധമുണ്ടോ? ഓർമ്മണ്ടോ? ഭക്ഷണം ഇറങ്ങുന്നുണ്ടോ? വെള്ളം ഇറങ്ങുന്നുണ്ടോ? അവൻ ഇബാദത്തുള്ളവനായി മാറണം. 27-ാം രാവ് കഴിഞ്ഞു, ശരിയാണ്. 29-ാം രാവ് ബാക്കിയുണ്ട്. രാവും പകലുകൾ ഇനിയുമുണ്ട്. നമ്മുടെ അവസാനം എങ്ങനെയുണ്ടെന്നാ നോക്കുക. തുടക്കത്തിൽ ആവേശമൊന്നും നമ്മൾ പരിഗണിക്കേണ്ടതില്ല. നമ്മൾ അവസാനത്തിൽ എത്ര സജ്ജരാണ് എന്നാ നോക്കുക. നാട്ടിൽ നല്ലൊരു ശതമാനം ആളുകൾ പതുക്കെ കൂടൊഴിഞ്ഞു തുടങ്ങി. ശ്രദ്ധിച്ചോളൂ. അവസാനം വരെ, മാസപ്പിറവി ദൃശ്യമാകുന്നത് വരെ, പെരുന്നാൾ ആകുന്നത് വരെ നമ്മളെ അവസാന കാര്യങ്ങൾ വിലയിരുത്തപ്പെടുകയാണ്. ഖവാതീമുകൾ പരിശോധിക്കപ്പെടുകയാണ്. റമദാനിൽ നമ്മൾ ഇന്ന് ഹയാത്തിലുണ്ട് എന്ന ഓർമ്മ വേണം. കൂടെയുണ്ടായിരുന്ന പലരും കഴിഞ്ഞ റമദാനിൽ നമ്മുടെ പള്ളിയിൽ ഇതുപോലെ ഇരുന്നവർ, കഴിഞ്ഞ പെരുന്നാളിന് കെട്ടിപ്പിടിച്ച് നല്ല ചുംബനങ്ങൾ കൊടുത്ത മനുഷ്യർ, പ്രിയപ്പെട്ട ബന്ധുക്കൾ ഇന്ന് ആറടി മണ്ണിലാണ്. മാതാപിതാക്കളുണ്ട്, ഈ നാട്ടിലെ കച്ചവടക്കാരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, പ്രാസ്ഥാനിക ബന്ധുക്കൾ എത്ര പേര് നമ്മൾ കബറടക്കിയിട്ടുണ്ട്. അവർ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ആറടി മണ്ണിലേക്ക് അവരെ കുളിപ്പിച്ച് കഫൻ പുടവയിൽ പൊതിഞ്ഞ് കൊണ്ടുപോയി വെച്ചവരാണ് നമ്മൾ. അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മനുഷ്യ നീയും ഒരു നാൾ സമയമെത്തിയാൽ മരിക്കും. രോഗം ആവശ്യമില്ല, ആക്സിഡന്റ് ആവശ്യമില്ല, ക്യാൻസർ ആവശ്യമില്ല. സമയമായാൽ മരിക്കും. മരിച്ചാൽ നിന്നെ ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കും. ആരാണ് നീ? നല്ല വിലപിടിപ്പുള്ള, ഏറ്റവും ബ്രാൻഡഡായ നല്ല നല്ല വസ്ത്രങ്ങൾക്ക് വേണ്ടി അങ്ങാടിയിൽ ഓടി നടന്നവരായിരുന്നു. ഷോപ്പുകളിൽ നിന്ന് ഷോപ്പുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തേ? മൊഞ്ചുള്ള ഡ്രസ്സുകൾ വേണമായിരുന്നു, നല്ല വിലപിടിപ്പുള്ളത് വേണമായിരുന്നു. അതേ മനുഷ്യനൊന്ന് മരിച്ചപ്പോ അവന് വെറും വില കുറഞ്ഞ മോഡലുകളില്ലാത്ത കഫൻ പുടവയിലേക്ക് അവനെ മാറ്റുകയാണ്. അത് കഴിഞ്ഞാൽ അവനെ മയ്യത്ത് കട്ടിലിലേക്ക് ചുമക്കപ്പെടുകയാണ്. എത്ര നല്ല വാഹനം അയാളുടെ വീട്ടിലുണ്ട്, നല്ല നിലവാരമുള്ള കാറുകൾ അയാളുടെ കയ്യിലുണ്ട്. അയാളൊന്ന് വിരലനക്കിയാൽ കിട്ടാവുന്ന വാഹനങ്ങൾ മാർക്കറ്റിലുണ്ട്. എന്നാൽ മരിച്ചാൽ ആ മയ്യത്ത് കട്ടിലിലേക്ക് ചുമന്ന് കൊണ്ടുപോകുന്നൊരു നാള് വരാനുണ്ട്. നല്ല സൗന്ദര്യം കൊണ്ട് അലങ്കരിക്കപ്പെട്ട വീടുകൾ, മണിമാളികയിൽ കിടന്നുറങ്ങിയ മനുഷ്യനാണ്. മരിച്ചപ്പോ കൊണ്ടുപോയി ആറടി മണ്ണിലേക്ക്, ചളിമണ്ണിലേക്ക് ഇറക്കി വെക്കുന്നൊരു ദിവസം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പടച്ച റബ്ബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സംഭവിക്കും, സംശയമില്ല. വജാഅത് സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ്, ഹഖായി മരണത്തിന്റെ വെപ്രാളം, വേദനയും വരുന്നതാണ്. എവിടെ കൂടിയാലും അത് നടക്കും. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, വൃദ്ധന്മാരെ, നാട്ടുകാരെ, സഹോദരങ്ങളെ, ഈ ചിന്തയിൽ നിന്ന് നമുക്കൊരിക്കലും പിറകോട്ട് പോകാൻ കഴിയുന്നില്ല. എത്രയെത്ര ജനാസകൾ കുളിപ്പിച്ചു കഫൻ ചെയ്ത് നമ്മൾ ഇറക്കി വെച്ചുവെങ്കിൽ നാളെ ആ സ്ഥാനത്ത് കിടക്കേണ്ടവരാണ് നമ്മളെന്ന ബോധമാണ് ഈ റമദാൻ കഴിഞ്ഞാലും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ നല്ല ഒരു മനുഷ്യനായി തൗബ ചെയ്ത് നന്നായി ഈമാനോടെ മരിച്ചു കഴിഞ്ഞാൽ ഖബറിനകത്തുള്ള ചോദ്യങ്ങൾ ഉറപ്പാണ്, നിഷേധിക്കാൻ കഴിയൂല. ഹദീസിലാ വന്നിരിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞാൽ, സത്യസന്ധമായ ജീവിതം കാഴ്ചവെച്ച് പറയാൻ കഴിഞ്ഞാൽ, അവിടുന്ന് ആകാശലോകത്തുനിന്നൊരു മലക്ക് വിളിച്ചു പറയും, മൻ സ്വദഖ അബ്ദീ, എൻ്റെ അടിമ ആ ചോദ്യത്തിന് പറഞ്ഞ മറുപടിയെല്ലാം സത്യമാണ്, അവൻ പറഞ്ഞതെല്ലാം സത്യമാണ്. മിനൽ ജന്ന, നാട്ടിലെ ഖബർസ്ഥാനിൽ അയാൾ കിടക്കുന്നത് നോക്കണ്ട. ആ മനുഷ്യനെ കുറിച്ച് അള്ളാന്റെ സ്ഥാനം പറയാണ്. സ്വർഗത്തിൽ ഒരു വിരിപ്പ് കൊണ്ടുവന്ന് അയാളുടെ ഖബറിൽ വിരിച്ചു കൊടുക്കാൻ ഓർഡർ ഇടുകയാണ്. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ അയാളിലേക്ക്, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊടുക്കുക. അയാൾ ആസ്വദിക്കട്ടെ. രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ പരിമളം അയാളിൽ അടിച്ചു വീശിക്കൊണ്ടിരിക്കും. വൽബിസൂ മിനൽ ജന്ന, ഖബറിനകത്ത് സ്വർഗത്തിലെ വസ്ത്രം കൊണ്ടുവന്നയാളെ ധരിപ്പിക്കാൻ അവിടുന്ന് ഓർഡർ ഇട്ട് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെ കുറിച്ചാകണം ആ പറയുന്നത്. ഞാനാകണം ആ ഖബറിൽ നിന്ന് നമുക്ക് ചിന്ത വേണം. പ്രിയപ്പെട്ട ബന്ധുക്കളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ എല്ലാം വിട്ടുപിരിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ആ മുന്നിൽ നിന്ന് നമ്മുടെ ജനാസ ഇറക്കി കൊണ്ടുപോകുന്ന ഒരു ദിവസം വരാനുണ്ട്. ആർക്കും ആരെയും പിടിച്ചു നിർത്താൻ കഴിയാത്ത ആ നാളിൽ നമ്മളൊരു നല്ല മരണത്തിനായി കൊണ്ട് ഒരുങ്ങിയിട്ടുണ്ട്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ഒരു നല്ലൊരു മരണം,
നമുക്ക് ആവശ്യമാണ്. ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ യാത്ര മനോഹരമായ യാത്രയാക്കി മാറ്റേണ്ടതുണ്ട്. ആ ഖബറിനകത്തങ്ങ് കഴിഞ്ഞു പോകുമ്പോ, അല്ലെങ്കിൽ ആ മരണം അങ്ങ് സംഭവിച്ചങ്ങ് കൊണ്ടുപോകുമ്പോ, റബ്ബി ലൗലാ ഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഇതാരാ? സമയം നഷ്ടപ്പെടുത്തിയവർ, ആയുസ്സിനെ വില കൊടുക്കാത്തവർ, ഉപദേശങ്ങൾ വില കൊടുക്കാത്തവർ. റബ്ബേ, ഒരല്പസമയം ഒന്ന് നീട്ടിത്തരൂ, ഞങ്ങൾ നന്നാകാൻ തയ്യാറാണ്. ചാൻസ് ഇല്ല, ഒരു സെക്കൻഡ് സമയം തരൂല. വിലപിക്കും, അവൻ കരഞ്ഞുകൊണ്ടിരിക്കും. അവൻ പറയും, റബ്ബിർജിഊൻ, ഒന്ന് മടക്കി തരൂ പടച്ചോനെ, ലഅല്ലി അഅമലു സാലിഹൻ ഫിമാ തറക്തു, വിട്ടുപോയ എല്ലാ നന്മകളും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. അല്ല തയ്യാറല്ല, വിടാൻ ഒരുക്കമല്ല, പിടിക്കപ്പെടുകയാണ്. പരലോകത്ത് വന്നാലും ഈ പാപികളായ ദോഷികളായ മനുഷ്യർ വിലപിക്കും. യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, എൻ്റെ ജീവിതകാലത്ത് എനിക്ക് ദുനിയാവിൽ കിട്ടിയ സമയത്ത് കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാമായിരുന്നു എന്നവൻ വിലപിക്കുന്നുണ്ട്. പക്ഷെ അപ്പുറത്ത് അവനെ കാത്തിരിക്കുന്നത് അദാബാണ്. അള്ളാഹുവിന്റെ അദാബോളം വലുതൊന്നവനെ കാത്തിരിക്കുന്നില്ല. അവൻ വിലപിച്ചു പറയുന്ന രംഗം വരാനുണ്ട്. അതുകൊണ്ട് പാപങ്ങളെ സൂക്ഷിച്ചോളൂ. പ്രത്യേകിച്ചും ഇജ്തനിബൂ കബായിർ, 7 മഹാപാപങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങളോട് നിരോധിച്ച മഹാപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. മഹാപാപങ്ങൾ സംഭവിക്കരുത്, ശിർക്ക് സംഭവിക്കരുത്. എല്ലാവരുടെയും ജീവിതത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുക്കുന്നതൊന്നും സംഭവിക്കരുത്. സിഹർ, മാരണം, ജോത്സ്യൻ, അത്തരത്തിലുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സിഹറിനെ ആശ്രയിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. 7 മഹാപാപങ്ങളിൽ സിഹറുണ്ട്. ഖത്ലുൻ നഫ്സ്, കൊലപാതകം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകവും ആത്മഹത്യയും ഒരേ പട്ടികയിലേക്ക് ചേർത്ത് വെക്കണം. അതും മഹാകുറ്റകരമായി അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. റിബാ, പലിശ തിന്നുന്ന സമ്പ്രദായം, പലിശയുമായി ബന്ധപ്പെട്ടത് 7 മഹാപാപങ്ങളിലുണ്ട്. അഖിലു മാലുൽ യതീം, അനാഥകളുടെ സ്വത്ത് അന്യായമായി തിന്നുന്നത് മഹാപാപമായി എണ്ണിയിട്ടുണ്ട്. ഈ നിലക്ക് പാപങ്ങളായ മറ്റു പലതും അടക്കം വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ചെറുതായാലും വലുതായാലും നമുക്ക് അതിനോട് അനുകൂലമായ സമീപനം ഉണ്ടാവരുത്. അവൻ ചെയ്ത് ജീവിച്ച മനുഷ്യൻ പരലോകത്ത് വന്ന രംഗം കാണാൻ ഖുർആൻ, വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി, കൈ ഇങ്ങനെ വിരലിട്ടിട്ട് കടിച്ചിട്ട് അല്ലേ, എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവനിങ്ങനെ വിലപിച്ചിട്ട് പറയും, യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീലാ, റസൂലുള്ളാഹിന്റെ മാർഗത്തിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എല്ലാ സുന്നത്തും പറഞ്ഞു കൊടുത്ത്, നബിതങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിനൊക്കെ പറഞ്ഞു കൊടുത്ത്, പക്ഷെ അവൻ ആ മാർഗം സ്വീകരിച്ചില്ല. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ചങ്ങാതിയെ എൻ്റെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ചങ്ങാതിക്കും വേണ്ടി ഹറാമ് ചെയ്തവർ, സുഹൃത്തിനും വേണ്ടി വേണ്ടാത്തരങ്ങൾക്ക് കുട പിടിച്ചവർ, തൻ്റെ സുഹൃത്തിൻ്റെ തെറ്റുകളെ തിരുത്താതെ ഉപദേശിക്കാതെ പോയവർ. ഈ ആയത്ത് നോക്കൂ, ഞാൻ ആ ചങ്ങാതിനെ എൻ്റെ കൂട്ടുകാരനാക്കിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടിരുന്നു. ഇന്ന് സംഭവങ്ങൾ എന്ത് നമുക്ക് ചേർത്ത് വെക്കാം. ഒട്ടനേകം വിഷയങ്ങൾ സൗഹൃദങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സൂറത്ത് ഫുർഖാനിലെ 28-ാമത്തെ ആയത്തിനെ വിശദീകരിച്ച് മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ഈ വാക്കുകൾ ലം അത്തഖിദ് ഫുലാനൻ അല്ലദീ അദല്ലനി ഫിദ്ദുനിയാ, എന്നെ ദുനിയാവിൽ പിഴപ്പിച്ച ആ ചങ്ങാതിനെ ഞാൻ അനുസരിക്കേണ്ടിയിരുന്നില്ല. സ്വദീഖം വ ഖലീലൻ ലി, എൻ്റെ സുഹൃത്തായിട്ട് അവനെ സ്വീകരിക്കേണ്ടിയിരുന്നില്ല. നാശത്തിൽ ഞാൻ പെട്ടുപോയല്ലോ. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് പറയാ, ഇന്നക അൻ തൻഖുലൽ ഹിജാറ മഅൽ അബ്റാർ, പുണ്യവാന്മാരായ നല്ല മനുഷ്യന്മാരുടെ കൂടെ ഭാരമേറിയ കല്ലുകൾ തള്ളി നീക്കുന്നതാണ് ഖൈറുൻ ലക മിൻ നഖ്ലിൽ ഹൽവാ മഅൽ ഫുജ്ജാർ, തോന്നിവാസികളായ ഫുജ്ജാരിങ്ങളുടെ കൂടെ ഹൽവ തിന്ന് നടക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. ചങ്ങാതി ഉണ്ടാവൂല എന്നാ പറഞ്ഞു. പരലോകത്ത് ചങ്ങായിമാരുണ്ടാവൂല സഹായിക്കാൻ.
അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി അടിപിടിക്കാൻ പോകുന്നുണ്ടവർ, അവർക്ക് വേണ്ടി ലഹരി എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ആയത്തുകൾ ഗൗരവത്തോടെ കണ്ടോ. പരലോകത്ത് 2 തരത്തിൽ സ്വീകരിക്കപ്പെടും. മനുഷ്യന്മാരിങ്ങനെ വരുമ്പോൾ 2 നിരക്ക് സ്വീകരിക്കപ്പെടും. ഇതിലൊരു വിഭാഗമുണ്ട്, അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ, പാപികളെ, ധിക്കാരികളെ, മാറി നിൽക്ക്, നിങ്ങൾ എൻ്റെ കൺവെട്ടത്ത് കണ്ടുപോകരുത്, ഇവിടേക്ക് വന്നു പോകരുത്, നിങ്ങളൊന്നും ചോദിക്കരുത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അള്ളയാണ് പറയണത്, മാറി നിൽക്ക്, ഒഴിഞ്ഞു നിൽക്ക്. കുറ്റവാളികളെ എന്ന് വിളിച്ച വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ, മുജ്രിമീങ്ങൾ, പാപികളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. ഇന്നൽ മുജ്രിമീന ഫീ ളലാലിൻ വസ്ഉർ, നരകാവകാശികളായ മുജ്രിമീങ്ങൾ അങ്ങേയറ്റത്തെ തീജ്വാലകളിലാണ് അവർ കടന്ന് വെന്തെരിയുന്നത്. ആ സ്വീകരണം ഉണ്ടാകും. സലാം ഖൗലൻ മിർ റബ്ബിർ റഹീം. ഒരു സലാം പറഞ്ഞുകൊണ്ട്, അഥവാ നല്ല സമാധാനം പറഞ്ഞുകൊണ്ട്, ഖൗലൻ മിർ റബ്ബിർ റഹീം, റഹ്മാനായ റബ്ബിന്റെ വിളിയാണ്, റഹീമായ റബ്ബിന്റെ വിളിയാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, അവർക്ക് സമാധാനത്തോടെയാണ് അവർ വിളിക്കുന്നത്. സലാമുൻ അലൈക്കും സ്വബർതും, നിങ്ങൾ ക്ഷമിച്ചതിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഇവിടെ സ്വർഗമുണ്ട്, നിങ്ങൾക്ക് നിഅമത്ത് ബദ്ദാർ, ഏറ്റവും നല്ല വീടുണ്ട്. സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഇവിടെ സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ നിലക്ക് നമ്മളെ പരലോകത്ത് സ്വീകരിക്കപ്പെടുമ്പോൾ സലാം കൊണ്ട്, അല്ലാഹുവിന്റെ തഹിയ്യത്തോടെ ഊഷ്മളമായ വരവേൽപ്പ്, സ്വീകരണം നൽകി പരലോകത്ത് ധന്യമാക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് സർവ്വ തിന്മകളിൽ നിന്നും പശ്ചാത്തപിച്ചു മടങ്ങി പരലോകം ധന്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വേണം. ഈ വിശുദ്ധ റമദാനിന്റെ അവസാന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം, ഫിത്ർ സക്കാത്ത് കൊടുക്കാതെ പോകരുത്. അതാത് നാട്ടിലെ ധാന്യമണികൾ അല്ലെങ്കിൽ വിഭവങ്ങൾ ഏതാണെങ്കിൽ അത് ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കാതെ നമ്മുടെ ഈ റമദാൻ പൂർത്തിയാക്കരുത്. ഏത് ആളാണെങ്കിലും, ഇത്രത്തോളം വെച്ചാൽ കുട്ടിയാണെങ്കിലും മുതിർന്നവനാണെങ്കിലും ജീവിച്ചിരിപ്പുള്ളവർക്കല്ല മരിച്ചവരുടെ പേരിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പല ആളുകളും സംശയം ചോദിക്കാറുണ്ട്. ജീവിച്ചിരിപ്പുള്ള ആളുകളുടെ പേരിൽ സക്കാത്തുൽ ഫിത്ർ നമ്മൾ കൃത്യമായി പെരുന്നാളിന്റെ നമസ്കാരത്തിന് മുമ്പ് വ്യക്തിപരമായി നമുക്ക് കൊടുക്കാം. അതല്ല, പള്ളിയിൽ നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് തീയതി നാളെ വൈകുന്നേരത്തിന് മുമ്പിൽ ക്ലോസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫിത്ർ സക്കാത്തിന്റെ കാര്യത്തിൽ അവസാന സമയത്തേക്ക് എടുത്തു വെക്കാതെ അത് വിതരണം ചെയ്യേണ്ടതുണ്ട്. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് കൊടുത്തെങ്കിലേ ഫിത്ർ സക്കാത്തായി പരിഗണിക്കൂ. ഇല്ലെങ്കിൽ ഒരു സ്വതക്ക കൊടുത്ത പോലെ നമ്മൾ അങ്ങ് എണ്ണിക്കൂട്ടേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗീയ ലോകത്തെ സുന്ദരമായ കാഴ്ചകൾ കണ്ട് ആനന്ദത്തോടുകൂടി നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ഇണകൾക്കും ഒപ്പം ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുകയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 29ാമത്തെ നോൻപിന്റെ അന്ന് മാസപ്പിറവി ഉണ്ടെങ്കിൽ അടുത്ത ദിവസം പെരുന്നാൾ, അല്ലെങ്കിൽ 30 ദിവസം പൂർത്തിയാക്കി പതിവ് പോലെ ശവ്വാൽ 1 നമ്മൾ പ്രവേശിക്കും. അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖും ഫദ്ലും നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടും.
സ്വീകരിക്കാനുള്ള പ്രാർത്ഥനകൾ നമുക്ക് വേണം. പെരുന്നാൾ ദിവസത്തിൽ പോലും പടച്ച റബ്ബേ സ്വീകരിക്കണേ എന്നുള്ള മനസ്സിന്റെ തേട്ടമാണ് കൂടുതലായി നമുക്ക് സലഫുകളിലൊക്കെ കാണാൻ സാധിക്കും. ഒരു പെരുന്നാൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ, പ്രത്യേകിച്ചും ഈദുൽ ഫിത്ർ വരുമ്പോ നോമ്പിന്റെ സന്തോഷമുണ്ട്, ആരാധനകളുടെ സന്തോഷമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോട് സന്തോഷിക്കാൻ പറഞ്ഞ ദിവസമാണ് പെരുന്നാൾ. മുസ്ലിമീങ്ങൾക്ക് സന്തോഷമുണ്ട്, ആഘോഷമുണ്ട്. ആ രണ്ട് ആഘോഷങ്ങളിൽ ഒന്നാണ് ഈദുൽ ഫിത്ർ എന്നും അതിൽ ആഘോഷിക്കാൻ വേണ്ടി സന്തോഷിക്കാൻ ഇസ്ലാം അനുവദിച്ച മേഖലകളൊക്കെ തുറന്നിട്ട് കൊടുക്കുകയാണ്. എന്നാലും ചില പൊതുവായ ചില മര്യാദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുളിക്കാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സുന്നത്തായ കാര്യമാണ്. മൊത്തത്തിൽ ഒരു മുസ്ലിം എപ്പോഴും വൃത്തിയുള്ളവനായി മാറി. പ്രത്യേകിച്ചും ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന വെള്ളിയാഴ്ച കുളിക്കൽ വലിയ ശക്തമായ സുന്നത്തായി പഠിപ്പിച്ചത്. അതുപോലെ തന്നെ പെരുന്നാൾ ആളുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന വേളയിൽ കുളിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നല്ല വസ്ത്രം ധരിക്കാൻ പറഞ്ഞു. സാധ്യമാകുന്നവരൊക്കെ പുതിയ വസ്ത്രം ധരിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വസ്ത്രം ധരിക്കാൻ. അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, രണ്ട് പെരുന്നാളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ധരിക്കുമായിരുന്നു. ഇന്നത്തെ ഒരു കാലമല്ലല്ലോ, എന്നിട്ടും അന്നവർ അതിന് മാറ്റിവെച്ചിരുന്നു. രണ്ട് പെരുന്നാളുകൾക്കും ജുമുഅക്കും ധരിക്കാൻ ഒരു പ്രത്യേക വസ്ത്രം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതി വെച്ചിരുന്നു. അത് വസ്ത്രവുമായി ബന്ധപ്പെട്ടവിടെ സൂക്ഷിക്കുന്ന അതിന്റെ ഒരു ആ പുണ്യത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ്. അതോടൊപ്പം തന്നെ സുഗന്ധം പൂശുക എന്നത് പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകിച്ചും ആളുകൾ കൂടുന്നിടത്ത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സുന്നത്തായി പൊതുവെ പുരുഷന്മാരോട് പറഞ്ഞതാണ്, നമ്മൾ തതയ്യുബിന്റെ ആളുകളാവണം. നമ്മൾ വേർപ്പ് നാറുന്നവരും നമ്മൾ വായ നാറുന്നവരും നമ്മൾ മറ്റുള്ളവർക്ക് ദുർഗന്ധം കൊടുക്കുന്നവരുമല്ല, സിഗരറ്റിന്റെ നാറ്റം കൊടുക്കുന്നവരല്ല, നമ്മൾ കഞ്ചാവിന്റെ മണം കൊടുക്കുന്നവരല്ല, നമ്മൾ വേണ്ടാത്ത മണങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നവരല്ല. നമ്മൾ നല്ല മുഅ്മിനീങ്ങളാണ്. സുഗന്ധമുള്ളവനായി മാറണം. സുഗന്ധം ഉപയോഗിക്കുന്നവരാണ് മുസ്ലിം. അത് സുന്നത്തായി നബിതങ്ങൾ പഠിപ്പിച്ചു. അതോടൊപ്പം പുരുഷന്മാർക്ക് അതുണ്ടെങ്കിലും സ്ത്രീകൾ ഒരു കാരണവശാലും പുറത്തിറങ്ങുന്ന സമയത്ത് സുഗന്ധം പൂശിക്കൊണ്ട് പെരുന്നാളിനാണെങ്കിലും അല്ലെങ്കിലും അത് പാടില്ലെന്ന് വിലക്കിയിട്ടുമുണ്ട്. സാധാരണ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിവസങ്ങളിൽ നേരത്തെ മുസല്ലകളിലേക്ക് പോകുമ്പോ വലാ യഖ്റുജു യൗമൽ ഫിത്രി, നബിതങ്ങൾ പുറത്തു പോകാറില്ല പെരുന്നാൾ ദിവസം. ഹത്താ യത്അമ, എന്തെങ്കിലും ലഘുവായി ഭക്ഷണം കഴിക്കാതെ പോകാറില്ല. വീട്ടിന്ന് ലഘുവായ രൂപത്തിലെങ്കിലും എന്തെങ്കിലും കഴിച്ചോ കുടിച്ചൊക്കെയാണ് ചെറിയ പെരുന്നാൾ ദിവസത്തിൽ പോരേണ്ടത്, പുറപ്പെടേണ്ടത്. അതുപോലെ തന്നെ പെരുന്നാൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ധാരാളമായി തക്ബീർ ചൊല്ലുക. കൂട്ടമായും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും അങ്ങാടികളും വഴികളും ഒക്കെ ഉപയോഗപ്പെടുത്തി തക്ബീറിന്റെ ധ്വനികൾ അവിടെ നിന്ന് പെരുന്നാൾ ദിവസങ്ങളിൽ ആവർത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈദ്ഗാഹുകളിലേക്ക് മുസല്ലകളിലേക്ക് നേരത്തെ പുറപ്പെടുക. നമ്മുടെ നാട്ടില് എപ്പോഴും കാണുന്ന ഒരു പ്രകൃതമുണ്ടല്ലോ, പൊതുവിൽ സമൂഹത്തിലെ നേതാക്കന്മാർ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. എല്ലാവരെയും പള്ളിയിലേക്ക് വിളിക്കേണ്ട 27-ാം രാവ് അല്ലെങ്കിൽ 29-ാം രാവ് അന്ന് ജനങ്ങളെ മുഴുവൻ പാടത്തേക്ക് അത്തരം കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയും, എന്നാൽ നബിതങ്ങൾ മദീനയിലെ പള്ളി വിട്ടുകൊണ്ട് പുറത്ത് മുസല്ലയിലേക്ക് ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഒരൊറ്റ മനുഷ്യനെയും പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ ഈദ്ഗാഹുകൾ മുടക്കുന്നു. എല്ലാവരെയും പള്ളിയിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന പുരോഹിതന്മാരുടെ വിരോധാഭാസം കാണാറുണ്ട്. ഹദീസുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, അവിടുന്ന് ഈദ് മുസല്ലകളിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത്. ശറഹുൽ മുംതഇലൊക്കെ നമുക്ക് റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും വുളു എടുത്തുകൊണ്ട് കയ്യിലൊരു മുസല്ല കരുതി വളരെ നേരത്തെ 7 മണിക്കാണ് നമ്മുടെ ഈദ്ഗാഹ് നമുക്ക് നടക്കുന്നത്. 2 ഈദ്ഗാഹ് ഉണ്ട്. ഹിന്ദി ഭാഷയിലുള്ള ഒരു ഈദ്ഗാഹ് നടക്കുന്നുണ്ട് മൗവഞ്ചേരി ടെറഫിൽ വെച്ചുകൊണ്ട്. അത് 7 മണിക്ക് തന്നെയാണ്. നമ്മുടേത് തൊട്ടടുത്തുള്ള കല്യാണ മണ്ഡപം, ഗോകുല കല്യാണ മണ്ഡപത്തിന്റെ പരിസരത്ത് വെച്ച് സ്ഥിരമായി നടക്കുന്ന ആ ഭാഗത്ത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കുടുംബസമേതം സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരമാവധി നേരത്തെ എത്തി തക്ബീറുകളിലേക്ക് മുഴുകാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കഴിയാവുന്നവരൊക്കെ നടന്നു പോകാൻ, അടുത്തുള്ളവരൊക്കെ നടന്നു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് സുന്നത്താണ്. പെരുന്നാൾ നമസ്കാരം 2 റക്അത്ത് പൂർത്തിയാക്കുക. പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹിൽ വെച്ച് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാലുള്ള ഖുത്ബ ശ്രദ്ധിച്ച്
കേൾക്കുക, ഇതെല്ലാം മൊത്തത്തിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട സുന്നത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്ന അള്ളാഹുവിന്റെ ഈ ദീനിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമുക്കും മറ്റുള്ളവർക്കും ഗുണകരമായ ഒട്ടനേകം നന്മകൾ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇനിയുള്ള ദിവസങ്ങളും നമ്മൾ ക്രമീകരിക്കുക. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. ഇന്നത്തെ ദിവസം പള്ളി പരിപാലനത്തിന് വേണ്ടി നമ്മുടെ ഈ ഒരു പള്ളിയെ ഇത്രയും ദിവസങ്ങൾ നമ്മൾ എത്ര കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ അൽഹംദുലില്ലാഹ് നമുക്ക് സാധിച്ചു. ഇന്നത്തെ ഒരു ദിവസം കൂടെ നമ്മുടെ പള്ളിയുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി നല്ല ഒരു സംഖ്യ ഇന്ന് ആത്മാർത്ഥമായി സ്വതക്കയായി നൽകണമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. രോഗികളായ ഒരുപാട് സഹോദരങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള മുഴപ്പിലങ്ങാട് പ്രദേശത്തുള്ള ഒരു സഹോദരി സ്ട്രോക്ക് വന്ന് ഇപ്പോൾ ICU-വിലാണുള്ളത്. അല്ലാഹു ആ സഹോദരിക്ക് എത്രയും വേഗത്തിൽ ശിഫ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ സഹോദരൻ നസീർ സാഹിബിന്റെ മകൻ ഒരു ആക്സിഡന്റ് പറ്റി ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. അല്ലാഹു ആ വിദ്യാർത്ഥിക്ക് സുഹൃത്തിന് എത്രയും വേഗത്തിൽ പൂർണ്ണമായ ശിഫ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളുടെ കുടുംബത്തിൽ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവരിൽ ഒരുപാട് പേർ മരണത്തിന് കീഴ്പ്പെട്ടു. അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണമേ. ഇസ്ലാമായതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ നീ ആശ്വാസം പ്രദാനം ചെയ്യണമേ. ഫലസ്തീനിന്റെ മണ്ണിൽ കൂട്ടക്കുരുതി നടക്കുന്ന സമയത്ത് അല്ലാഹുവേ ആ സാധുക്കളായ മനുഷ്യരെ നീ സഹായിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം നീ ആശ്വാസം പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ കുൻ ഔനൻ ലി അഹ്ലി ഫലസ്തീൻ. അല്ലാഹുമ്മ ഇന്നഹും മഖ്ഹൂറൂന ഫൻതസിർ. اللهم إنهم مغلوبون فانتصر. اللهم دمر أعداءك وأعداء الدين من اليهود والنصارى. اللهم انصر إخواننا الذين في فلسطين. اللهم تقبل توبتنا واغفر ذنوبنا. اللهم توفنا مع الأبرار. اللهم توفنا مسلمين وألحقنا بالصالحين. رب ارحمهما كما ربونا صغارا. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ربنا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وتلاوة القرآننا وصدقاتنا يا رب العالمين. اللهم ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين.